ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന FCRA ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ഫോറിൻ ഫണ്ട് റെഗുലേഷൻസ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. സെക്കൻഡ് പാർട്ടിൽ ഇത് നിൽക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് സംസാരിച്ച് പോവാം. സമയം ആകുന്നതനുസരിച്ച് ഞാൻ നിർത്തും. പിന്നെ അതിൻ്റെ ബാക്കി അടുത്ത പാർട്ടിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഈ FCRA ആക്ടിൽ ചില നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ സംഘടനകൾ പൊതുവെ ഉന്നയിക്കുന്ന ആശങ്ക, അവരുടെ ആശങ്ക എന്താണ്? അവരുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ വാലിഡാണ്, സംഗതി വാലിഡാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ക്യാമ്പസ് ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു കോൺവെൻറ്റ് ക്യാമ്പസ്. ആ ക്യാമ്പസ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസ് ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചർച്ച് ഉണ്ടാവും, മീൻസ് പള്ളി ഉണ്ടാവും, അതുപോലെ സ്കൂളുണ്ടാവും, അതുപോലെ തന്നെ ഹോസ്റ്റൽസ് ഉണ്ടാവും, അതുപോലെ അവരുടെ കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റേഴ്സ് അതേപോലെ ഫാദേഴ്സൊക്കെ താമസിക്കുന്ന അക്കോമഡേഷൻ ഫെസിലിറ്റീസും ഉണ്ടാവും. ഇതിലുപരിയായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഫെസിലിറ്റി എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ ക്യാമ്പസ് ആയിരിക്കും അത്. അപ്പോൾ ഈ ക്യാമ്പസിൽ പല സ്ഥാപനങ്ങളുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു NGO ട്രസ്റ്റിൻ്റെ കീഴിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഫണ്ടിൻ്റെ പോസിബിലിറ്റീസ് അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ ഫണ്ടിൻ്റെ പോസിബിലിറ്റീസ് ഒരുപക്ഷെ പൂർണ്ണമായിട്ടും പുറം രാജ്യത്തുള്ള ഫണ്ട് കൊണ്ട് റൺ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഫണ്ടിങ് ആയിരിക്കാം. മിക്സ്ഡ് ഫണ്ടിങ് മീൻസ് ഡൊമസ്റ്റിക് ഫണ്ടും അവർ സ്വീകരിക്കും, അതുപോലെ പുറം രാജ്യത്തു നിന്നുള്ള ഫണ്ടും അവർ സ്വീകരിക്കുമായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഇതിനകത്ത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും ഡൊമസ്റ്റിക്കലി അവർ കളക്ട് ചെയ്യുന്ന ഫണ്ടിന് വലിയ പ്രശ്നമില്ല. പക്ഷെ അതേസമയം ഫോറിൻ രാജ്യത്തു നിന്ന് എത്ര ശതമാനമാണോ ഫണ്ട് റിസീവ് ചെയ്യുന്നത് അതിന് FCRA ബാധകമാണ്. അപ്പോൾ ഇത് ഞാൻ പൊതുവിൽ ഒരു NGO സംഘടന ഇതുപോലെ ഈ ക്രിസ്ത്യൻ മിനിസ്ട്രി, സ്കൂൾ, ഹോസ്പിറ്റൽസ്, അതുപോലെ ചർച്ചെല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പസിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ചില സംഘടനകൾക്ക് ഹോസ്പിറ്റൽസ് മാത്രം നടത്തുന്ന സംഘടനകളുണ്ട്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽസ് നടത്തുന്ന സംഘടനകളുണ്ട്, അതേപോലെ സ്കൂളുകൾ മാത്രം നടത്തുന്ന സംഘടനകളുണ്ട്. ഇനി അതും പോരാഞ്ഞിട്ട് ചർച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരം സംഘടനകളുമുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാനൊരു വ്യക്തിയുടെ പേര് പറയാം, അശ്വിൻ പോൾ. നിങ്ങൾ ഓർത്ത് വെച്ചോണം, അശ്വിൻ പോൾ. ഞാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം തന്നെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. യെസ്, ചാരിറ്റി നടക്കുന്നുണ്ടോ വെച്ചാൽ യെസ്, ചാരിറ്റി നടക്കുന്നുണ്ട്. പക്ഷെ അതിന് പുറമെ മറ്റു പ്രവൃത്തികളും നടക്കുന്നുണ്ടോ വെച്ചാൽ യെസ്, മറ്റു പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഏതാണ് കൂടുതൽ നടക്കുന്നത്? അത് നമ്മളിവിടെ വളരെ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മതത്തിന് ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ട് മതപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ, മതം മാറ്റത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെയൊന്നും ഞാൻ ന്യായീകരിക്കില്ല. അത് ഇതേപോലെ ചാരിറ്റി സംഘടനകൾ ത്രൂ സഹായം ചെയ്ത് ആൾക്കാരെ മതത്തിലേക്ക് വലിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഗർഭാഫസിയിലൂടെ തിരിച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെ തന്നെയാണ്. ഇനി നമ്മൾ FCRAയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ അശ്വിൻ പോൾ, ഈ അശ്വിൻ പോൾ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും കരുണ ബാൽ വികാസ് എന്ന് പറഞ്ഞ ഒരു NGO സംഘടനയുടെ CEO ആണ്. ഈ കരുണ ബാൽ വികാസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് 2010 മുമ്പ് പെർ ഇയർ 100 കോടി രൂപ ഡൊണേഷൻ വരുന്നുണ്ട്. 100 കോടി, മനസ്സിലായോ? 100 കോടി ഈ ഒറ്റ സംഘടനയ്ക്ക് ഡൊണേഷനായിട്ട് വരുന്നുണ്ട്. ഈ ഡൊണേഷൻ അയക്കുന്ന സംഘടന എവിടെയുള്ളതാണ്? അമേരിക്കയിലുള്ള സംഘടന. കമ്പാഷൻ ഇന്റർനാഷണൽ ഇങ്ക് എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്നാണ് 100 കോടി രൂപ ഈ കരുണ ബാൽ വികാസ് എന്ന് പറഞ്ഞ NGOയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ കരുണ ബാൽ വികാസ് എന്താണ് ചെയ്യുന്നത്? ഈ കരുണ ബാൽ വികാസ് സംഘടന ചെയ്യുന്നത് കുട്ടികളെ, അതായത് ഓർഫനേജ്, അതാണ് അവരുടെ പ്രധാനപ്പെട്ട മേഖല. അപ്പോൾ ഈ 100 കോടി രൂപ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഓർഫനേജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈ 100 കോടി രൂപ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള കമ്പാഷൻ ഇന്റർനാഷണൽ ഇങ്ക് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചാരിറ്റി നടത്തുന്ന ഓർഗനൈസേഷനാണ്. ഈ കമ്പാഷൻ ഇന്റർനാഷണൽ ഇങ്ക് എന്ന് പറഞ്ഞ കമ്പനി അമേരിക്കയുടെ ഉള്ളിൽ ഓരോ വീടുകളിലും പോയിട്ട് $20 അവർ ഡൊണേറ്റ് ചെയ്യാൻ പറയുന്നത്. 20 രൂപ തരൂ, ഇന്ത്യയിൽ ഒരു കുടുംബത്തിനെ രക്ഷിക്കൂ. $20 ഇവരുടെ പ്രധാനപ്പെട്ട ഡൊണേഷൻ എമൗണ്ട്. $20 വാങ്ങിച്ചു കൂട്ടിയാണ് ഇവർ ഇങ്ങനെ കോടിക്കണക്കിൽ പണമുണ്ടാക്കി ഇന്ത്യക്കുള്ളിലും മറ്റു പല രാജ്യങ്ങളിലേക്കും അവർ അയച്ചു കൊടുക്കുന്നുണ്ടാവാം. നമ്മളിവിടെ നോക്കേണ്ടത് ഇന്ത്യക്കുള്ളിലുള്ള കമ്പനിയാണ്. ഇന്ത്യക്കുള്ളിൽ ഈ കരുണ ബാൽ വികാസുമായിട്ടും അതേപോലെ തന്നെ ഈ കമ്പാഷൻ ഇന്റർനാഷണൽ ഇങ്ക് അവർക്കും ഒരു സെപ്പറേറ്റ് NGO ഇന്ത്യക്കുള്ളിലുണ്ട്. ഈ രണ്ട് NGOകളും ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കമ്പാഷൻ ഇന്റർനാഷണൽ ഇങ്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ശരിക്കും അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കെതിരെ ഈ FCRA ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും അതിൻ്റെ പുറകിൽ ചുക്കാൻ പിടിക്കുന്ന വ്യക്തികളിൽ പലരും കമ്പാഷൻ ഇന്റർനാഷണൽ ഇങ്ക് എന്ന് പറഞ്ഞ കമ്പനിയിലുള്ള ആൾക്കാരാണ്.
കാരണം അവർക്ക് ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കമ്പാഷൻ ഇന്റർനാഷണൽ ഇൻക് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യക്കുള്ളിൽ ഈ കരുണ ബാൽ വികാസ് കമ്പനിക്ക് 100 കോടി രൂപ പെർ ഇയർ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഇതിൽ 10% മാത്രമാണ് ഈ കരുണ ബാൽ വികാസ് എന്ന് പറഞ്ഞ കമ്പനി ഈ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ബാക്കി 90% ഫണ്ടും ഇവർ കേരള, കർണാടക, ആന്ധ്ര, തമിഴ്നാട് ഉൾപ്പെടെയുള്ള പല സ്റ്റേറ്റുകളിലുള്ള 300 NGOകൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ മതപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നടക്കുന്ന വർഷം, ഇത് കണ്ടുപിടിക്കുന്ന വർഷം 2010 കോൺഗ്രസ് ഭരണത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇത് കണ്ടുപിടിക്കുന്നത്. 2010 നമ്മൾ FCRA ആക്ട് കുറച്ചുകൂടെ ടൈറ്റൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് ഇതിന് മുമ്പുള്ള 2 വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ടൈറ്റൻ ചെയ്തത്. കാരണം എന്ത് പർപ്പസിനാണോ ഫണ്ട് വാങ്ങിക്കുന്നത് ആ പർപ്പസിനല്ല ഇവിടെ അത് ഉപയോഗിക്കപ്പെടുന്നത്. അത് സ്കാറ്റേഡ് ആയിട്ട് മതം വളർത്താനും മതം മാറ്റം നടത്താനും മതപരമായ രീതിയിൽ ആൾക്കാരെ സഹായിക്കാനും, അതായത് റിലീജിയസ് വർക്കിന് വേണ്ടിയിട്ടാണ് 90% ഫണ്ട് അതിൽ നിന്നും പോയത്. ഇത് ഇന്ത്യയുടെ ഇൻകം ടാക്സിന്റെ കണ്ടെത്തലാണ്. FCRA എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? FCRA രജിസ്റ്റർ ചെയ്യേണ്ടത് ഇൻകം ടാക്സിലാണ്. ഇൻകം ടാക്സ് പോർട്ടലിലാണ് FCRA രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം IT റൈഡ് വന്നപ്പോഴത്തേക്കും എന്താണ് കണ്ടെത്തിയത്? 3 വർഷങ്ങളിലായിട്ട്, തുടർച്ചയായിട്ടുള്ള 3 വർഷങ്ങളിലായിട്ട് ഈ കരുണ ബാൽ വികാസ് എന്ന് പറഞ്ഞ NGO ഇല്ലീഗലായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അവർക്ക് മേളിൽ 3 വർഷത്തിനും കൂടി ചേർത്തിട്ട് 83 കോടി രൂപ ടാക്സ് ഇനത്തിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഉത്തരവായി. അപ്പൊ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കരുണ ബാൽ വികാസ് നെഗ്ലക്ട്, ഈ ഡിസിഷനെ മറികടക്കാൻ വേണ്ടിയിട്ട് കരുണ ബാൽ വികാസ് പല ഉടായ്പകളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ CEO ആയിട്ടുള്ള അശ്വിൻ പാൽ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ 2010 കഴിഞ്ഞിട്ട് ഇത് തുടർച്ചയായിട്ട് നടക്കുകയാണ് ഈ വിഷയം. ഈ കരുണ ബാൽ വികാസിന്റെ ഓഫീസിൽ ഇൻകം ടാക്സുകാർ എത്തുമ്പോഴത്തേക്കും കരുണ ബാൽ വികാസിന്റെ ഓഫീസ്, ആ NGO ഓഫീസ് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അങ്ങനെ ഒരു ഓഫീസ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ല, ഞങ്ങൾ ഡിസോൾവ് ചെയ്തു. അതായത് ഇൻകം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ കള്ളത്തരങ്ങൾ കണ്ടെത്തി ഇൻകം ടാക്സ് 83 കോടി രൂപ ടാക്സ് അടയ്ക്കണം, 3 വർഷത്തെ പെൻഡിങ് ടാക്സ് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും ഇവർ ഓഫീസ് അടച്ച് പൂട്ടുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താണ് പുള്ളിക്കാരൻ ചെയ്തത്? അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് നീങ്ങിയിട്ട് അദാനെ മാനേജ്മെന്റ് കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഓപ്പൺ ചെയ്ത്, ഏത് ഈ NGO നടത്തിയിരുന്നവൻ വേറൊരു കമ്പനി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവൻ എവിടെ നിന്നാണ് പൈസ ഈ കമ്പനി ഓപ്പൺ ചെയ്യാൻ? മാനേജ്മെന്റ് കൺസൾട്ടന്റ് കമ്പനിയാണ് ഓപ്പൺ ചെയ്തത്. അതിൻ്റെ CEOയും ഇതേ അശ്വിൻ പോൾ തന്നെയാണ്. ജോലിക്കാരോ ഈ കരുണ ബാൽ വികാസിൽ ജോലി ചെയ്തിരുന്ന അതേ ജോലിക്കാർ ഇപ്പം എവിടെ ജോലി ചെയ്യുന്നുണ്ട്? ഈ അദാനെ മാനേജ്മെന്റ് കൺസൾട്ടന്റിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ NGOകളില്ലേ, ഇവരിൽ നിന്നും പാർട്ട്നേഴ്സായിട്ട് പൈസ കൈപ്പറ്റിയ NGOകൾ അവരും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെ നിന്നാണോ പണം വന്നത്, ഈ കമ്പാഷൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയിൽ നിന്നാണ് പൈസ വന്നിരുന്നത്. ആ പൈസയും അതേപോലെ വരുന്നുണ്ട്. പക്ഷേ അത് ഈ പാർട്ട്ണർ കമ്പനികൾക്ക് ഡയറക്റ്റ് ആയിട്ട് വരികയാണ്. അതായത് ഇന്ത്യക്കുള്ളിൽ പണം വരുമ്പോൾ അത് എവിടെ നിന്ന് വരുന്നു, അത് എവിടേക്ക് പോകുന്നു, ആ പണം ഇവിടെ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തനത്തിനാണ് അത് ഉപയോഗിക്കപ്പെടുന്നത്, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇതിനെക്കുറിച്ച് 2010 കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ കണ്ടെത്തുകയും 2014 ഈ കരുണ ബാൽ വികാസ് എന്ന് പറഞ്ഞ കമ്പനി അടച്ചു പൂട്ടി. കരുണ ബാൽ വികാസ് നടത്തിയിരുന്ന CEO അശ്വിൻ പോൾ പുതിയ മാനേജ്മെന്റ് കൺസൾട്ടന്റ് കമ്പനി ഓപ്പൺ ചെയ്ത് ഇന്ന് സുഖമായിട്ട് അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നടപടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കരുണ ബാൽ വികാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടാക്സ് 83 കോടി രൂപ ഇതുവരെ പേ ചെയ്തിട്ടില്ല. അതിപ്പോഴും ഡ്യൂ ആണ്. ഇത് ഞാൻ പറഞ്ഞത് ഒരേ ഒരു എക്സാമ്പിൾ. ഇനി വിൻസെന്റ് ദെ പോൾ സൊസൈറ്റി, ഇങ്ങനൊരു സൊസൈറ്റി പല കാത്തലിക് ചർച്ചിൻ്റെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട്. പാരിഷ് കൗൺസിലുണ്ട് അവർക്ക്. ഇത് പാരീസിലാണ് ഈ വിൻസെന്റ് ദെ പോൾ സൊസൈറ്റി രൂപീകരിച്ചത്. അവരും ഇതേപോലെ കുട്ടികളെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില പദ്ധതികളൊക്കെ അവരും നടപ്പിലാക്കാറുണ്ട്. അപ്പം ഇതിനകത്ത് ആഫ്രിക്കൻ മേഖല ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ആഗോളതരത്തിൽ ഇവരുടെ ഈ മതപരമായിട്ടുള്ള സംഘടന ഈ പണം ചെലവാക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? 10 പേർക്ക് പണം ചെലവാക്കിയാലും ഒരു 2 പേരെയെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് അത് പോസിറ്റീവാണ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ശരിയാണ്, ഇന്ത്യക്കുള്ളിൽ ഒരുപാട് മിനിസ്ട്രിയൽ സ്കൂളുകൾ ഇവിടെ വന്നു, അതുകൊണ്ട് ഒരുപാട് പേര് പഠിച്ചു, അതെല്ലാം ശരിയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഈ ക്രിസ്ത്യൻ മിനിസ്ട്രി സ്കൂളുകൾ മാത്രമാണ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നർത്ഥമല്ല അതിലുള്ളത്. അത് മനസ്സിലാക്കിക്കോണം. അതായത് ഈ ക്രിസ്ത്യൻ മിനിസ്ട്രീസ് പഠിപ്പിക്കാത്ത രാജ്യങ്ങളിൽ എഡ്യൂക്കേഷൻ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും, ഇല്ലാന്നില്ല. പലർക്കും ഈ റിലീജിയസ് അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെയൊക്കെ തള്ളിപ്പറയാനൊക്കെ ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ അതിന് തെറ്റൊന്നും പറയുന്നില്ല.
അതൊക്കെ എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും അവരവരുടെ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള അറ്റാച്ച്മെന്റുകൾ ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആരും മതം മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഈ വിൻസെന്റ് ദ പോൾ സൊസൈറ്റി എന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരിട്ട് വിറ്റ്നസ് ചെയ്ത ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ തൊട്ടടുത്ത് അയൽക്കാരനായിട്ട് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദു ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു. 10-30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അന്നൊക്കെ ഈ കൂപ്പിന് മരം മുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അപ്പം അന്ന് പുള്ളിക്കാരന് 2 പെൺമക്കളാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ മരം മുറിക്കാൻ പോകുന്നു. അങ്ങനെ അബദ്ധവശാൽ മരം മുറിഞ്ഞ് പുള്ളിക്കാരൻ്റെ മേളിൽ തന്നെ വീഴുന്നു. അങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നു. 1 സൈഡ് ലെഗ്, ഹാൻഡ് എല്ലാം തന്നെ വല്ലാത്ത രീതിയിൽ പുള്ളിക്കാരൻ ഇമ്മൊബിലൈസ്ഡ് ആയി. വീൽ ചെയറിലാണ് സഞ്ചാരം. പുള്ളിക്കാരന് വീൽ ചെയർ വാങ്ങിക്കാൻ പൈസയില്ല. വളരെ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിലുള്ള വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കൂപ്പിൽ മരം മുറിക്കാൻ പോകേണ്ട ആവശ്യമില്ല. സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ഈ വ്യക്തി, 2 പെൺമക്കളുണ്ട്, ഭാര്യയുണ്ട്. ഇവരെയൊക്കെ പോറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്ത്, അയാൾക്കൊരു 40 വയസ്സുണ്ടാവും അന്നത്തെ സമയത്ത്, ആ പ്രായത്ത് ഇത്തരത്തിൽ ഇമ്മൊബിലൈസ്ഡ് ആയി വന്ന് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ആ സാഹചര്യത്തിൽ ആ മേഖലയിൽ ഉണ്ടായിരുന്ന പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാത്തലിക്സ് പ്രെയർ ഗ്രൂപ്പ് ലീഡർ അയാളെ അപ്രോച്ച് ചെയ്യുന്നു. ആ വ്യക്തിയെ പള്ളിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വ്യക്തിയുടെ അപേക്ഷ, പുള്ളിക്കാരൻ നിസ്സഹായ അവസ്ഥയിലാണ്, ഹെൽപ്ലെസ് ആണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ പുള്ളിയെടുത്ത് സംസാരിച്ച് കൺവിൻസ് ചെയ്ത് അപ്ലിക്കേഷൻ മൂവ് ചെയ്യുകയാണ് പള്ളിയിലേക്ക്. അവിടെ ഇതേ വിൻസെന്റ് ദ പോൾ സൊസൈറ്റി, അതേപോലെ പാരിഷ് കൗൺസിലുള്ള അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് ആ ഒരു ലോക്കലൈസ്ഡ് ഏരിയയിൽ ഇയാളെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു. അപ്പം അങ്ങനെ പള്ളിയിൽ ചേർന്നാൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു കൊടുക്കും. ഇത് വിറ്റ്നസ്ഡ് ആണ്. ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പുള്ളി പള്ളിയിൽ ചേരാൻ തീരുമാനിച്ചു. കാരണം ഫൈനാൻഷ്യൽ സപ്പോർട്ട് അതില്ല. അപ്പം അങ്ങനെ അവർ ഈ പള്ളിയിൽ, ഈ വിൻസെന്റ് ദ പോൾ സൊസൈറ്റിയിൽ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കുടുംബസമേതം കൺവേർട്ട് ചെയ്ത് പള്ളിയിൽ ചേരുന്നു. എന്നിട്ട് ഈ വിൻസെന്റ് ദ പോൾ സൊസൈറ്റി, അതേപോലെ പാരിഷ് കൗൺസിൽ അംഗങ്ങളൊക്കെ കൂടി ചേർന്ന് തീരുമാനിച്ച് ഫണ്ട് അറേഞ്ച് ചെയ്യുന്നു. ഫണ്ട് അറേഞ്ച് ചെയ്ത് ഒരു കട വെച്ച് കൊടുക്കുന്നു, പലചരക്ക് കട. ഇപ്പോഴും ആ പലചരക്ക് കട ഉണ്ട്. അവരിപ്പോൾ പള്ളിയിലൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇത് ആത്മീയതയോടുള്ള ഒരു കൺവേർഷനാണോ, അല്ല എന്നുണ്ടെങ്കിൽ പണം കൊണ്ടുള്ള ഒരു കൺവേർഷനാണോ? ഇറ്റ്സ് ഓക്കെ, അയാൾക്ക് ജീവിക്കാനൊരു മാർഗം വേണം, അതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ റിലീജിയസ് വൈസ് ഈ കൺവേർഷൻ അവിടെ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ പല ഇൻസിഡൻറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇതിനകത്ത് ക്രിസ്ത്യാനികളായാലും ശരി തന്നെ, ആർക്കും ഇതിനകത്ത് പൊള്ളലേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് റിയാലിറ്റിയാണ്. നിങ്ങൾ പിന്നെ ഈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ ആരും തന്നെ നിർബന്ധിച്ചാൽ കൊണ്ടുപോയതല്ല. അയാളുടെ സിറ്റുവേഷനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവിടെ കൃത്യമായിട്ട് ഈ ഒരു കൺവേർഷൻ കൊണ്ട് പ്ലേസ് ചെയ്തതാണ്. ഇതൊരു ഇൻസിഡൻ്റ് ആണ്. ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതേപോലത്തെ ഇൻസിഡൻറ്റുകൾ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കമ്പാഷൻ ഇന്റർനാഷണൽ ഇൻകം എന്ന് പറഞ്ഞ കമ്പനി പൈസ ഇന്ത്യക്കുള്ളിൽ അയച്ചു കൊടുക്കുന്നു. ആ പൈസയിൽ ഓൾറെഡി തന്നെ ഇവരുടെ തമ്മിൽ ധാരണ ഉണ്ടാവും. തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുന്നവനെ അറിയാതെ ഈ കരുണ ബാൽ വികാസ് എന്ന് പറഞ്ഞ ഇന്ത്യക്കുള്ളിലുള്ള NGO 10% മാത്രം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ബാക്കി 90% മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ പ്രവൃത്തി തീർച്ചയായിട്ടും ഈ കമ്പാഷൻ ഇന്റർനാഷണൽ ഇൻകം എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് പൂർണ്ണമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഫണ്ട് ഡൈവേർട്ട് ചെയ്യാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കമ്പാഷൻ ഇന്റർനാഷണൽ ഇൻകം പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന NGOകൾക്ക് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കണം, ഞങ്ങൾ നേരിട്ട് അയച്ചു കൊടുക്കുന്നില്ല, നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. ആ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇവർ 300 NGOകൾക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതിൽ കേരളം ഉൾപ്പെടും, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്ര, ഇങ്ങനത്തെ പല ഏരിയകളും ഉണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ NGOയുടെ പ്രവർത്തനം കണ്ടെത്തിയതിനെ തുടർന്നാണ് കരുണ ബാൽ വികാസ് എന്ന് പറഞ്ഞ കമ്പനി ഡിസോൾവ് ചെയ്ത് പോകേണ്ടി വന്നത്. അതുപോലെ കമ്പാഷൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ആ കമ്പനിക്ക് അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് ഫണ്ട് അയക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായത്. ഇതേപോലെ നിരവധി കമ്പനികളുണ്ട്. ഞാനിപ്പോൾ എല്ലാ കമ്പനിയും ഇവിടെ എടുത്ത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഞാൻ ബേസിക് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ എത്ര കാര്യങ്ങൾ എണ്ണി പറഞ്ഞാലും ആൾക്കാർ പൊളിറ്റിക്കലൈസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയം കലർത്തിയാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അതിൽ യാതൊരു മാറ്റമില്ല. അത് ഇന്നെന്നല്ല എന്നും ഞാൻ പറയും. അതിൽ യാതൊരു മാറ്റമില്ല. ഓരോ 5 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇലക്ഷൻ നടക്കും, ഭരണം സെൻട്രൽ ഗവൺമെന്റിൽ മാറും. പക്ഷേ എൻ്റെ നിലപാട് വിഷയത്തിൽ അധിഷ്ഠിതമാണ്. അതിൽ ഉറച്ച നിലപാട് എനിക്കുണ്ട്. വിഷയത്തിനെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വിഷയം ആധികാരികമായിട്ട് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ സോ കോൾഡ് ഒരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഇവിടെ ന്യൂനപക്ഷങ്ങളെ ഗവൺമെൻറ് അടിച്ചമർത്തുന്നു. ഇതാണ് പ്രധാന. ഈ രീതിയിലേക്ക് ഈ FCRA കൊണ്ടുപോകണം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അജണ്ട. എനിക്കിപ്പോൾ ഈ പൊളിറ്റിക്കൽ അന്തരീക്ഷം കാണുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഈ FCRA ആക്ടിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ കാര്യം മനസ്സിലാക്കണം, FCRA ലൈസൻസ് റിന്യൂ ചെയ്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അസറ്റുകളെല്ലാം ഗവൺമെൻറ് ഏറ്റെടുക്കും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നത്തിനെ
കാരണമായി കാണിച്ചുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഗവൺമെന്റ് തിരിയുന്നു എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കണം, ഈ അമെൻമെന്റ് ഇപ്പോഴത്തെ 2026 ബില്ലിലുള്ളതല്ല. ഈ അമെൻമെന്റ് ഓൾറെഡി 2010 കോൺഗ്രസ് ടൈമിലുള്ള ബില്ലിൽ തന്നെ ഇതുണ്ട്. വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ഈ ബില്ലൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത്. എന്നാൽ 2010 ഉണ്ടായ അമെൻമെന്റിൽ തന്നെ FCRA ആക്ടിൽ, അതായത് ലീഗലി നിങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നില്ല, FCRA രജിസ്ട്രേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ ഫെയിലിയർ കംപ്ലയൻസസ് കൃത്യമായിട്ട് പൂർത്തീകരിക്കാത്ത NGO സംഘടനകളുടെ അസറ്റുകൾ കണ്ടുകിട്ടാനുള്ള പ്രൊവിഷൻ 2010 തന്നെ ഈ FCRA ആക്ടിലുണ്ട്. ഇവിടെ ഡോക്യുമെന്റ് ആണ് ഇവിടെ വിഷയം. ഇവിടെ ശരിക്കും രാഷ്ട്രീയ പാർട്ടികളെയോ അല്ലെങ്കിൽ ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ കൃത്യമായിട്ട് ഈ ഡോക്യുമെന്റിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഹിന്ദു സംഘടനകൾ, അതായത് 15,000 NGOകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ NGOക്കളുടെ ഉള്ളിൽ ഹിന്ദു NGOക്കളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറച്ചു വെക്കാനും പറ്റും. നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ലേ, ജസ്റ്റ് തട്ടി നോക്കൂ ഹിന്ദു സംഘടനകൾ എത്ര എണ്ണം ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ NGOകൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനാണ് ഇവിടെ പ്രാധാന്യം. ഇപ്പം ഇവിടെ ഞാൻ 2-3 NGOകളുടെ പേര് ഞാൻ ഒന്ന് പറയാം. ഒന്ന്, പോൾ ദിനകരൻ. തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആണ് പോൾ ദിനകരൻ. എല്ലാവർക്കും അറിയാം, കേരളത്തിലും അയാൾ ഫേമസ് ആണ്, ഇന്ത്യ ഒട്ട് അയാൾ ഫേമസ് ആണ്. എന്തിനു വേദം, പുറം രാജ്യങ്ങളിലും ഇയാൾ ഫേമസ് ആണ്. ആ പോൾ ദിനകരന്റെ NGO അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വിഷയം തന്നെ സംസാരിക്കാം, എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജീസസ് റെഡീംസ് എന്ന് പറഞ്ഞിട്ട് ഒരു NGO ഉണ്ട്. അത് മോഹൻ സി ലാസറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് നടത്തുന്നത്. അയാളുടെ NGO പെർമിറ്റഡ് ആണ്. അയാളുടെ FCRA ലൈസൻസ് 2026 റിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ മോഹൻ സി ലാസറസ് നടത്തുന്ന ജീസസ് റെഡീംസ് എന്ന് പറഞ്ഞ ആ ഒരു NGOയുടെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ പറ്റിയെങ്കിൽ ബാക്കിയുള്ള NGOകൾക്ക് എന്തുകൊണ്ട് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല? ഗവൺമെന്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എത്ര ലൈസൻസുകൾ റിന്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ അതിന്റെ ലിസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ പൗസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതി. കാരണം നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ സമയം കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യും. അപ്പൊ ഇവിടെ അതിന്റെ അടുത്ത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്യാൻസലേഷൻ, സറണ്ടർ, 2 വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോയി. രണ്ടാമത് സറണ്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി NGO മുന്നോട്ട് നടത്തുന്നില്ല, അതുകൊണ്ട് ഞാനിത് ഡിസോൾവ് ചെയ്ത് സറണ്ടർ ചെയ്യാണ്. 2. ഇനി ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ സെസേഷൻ എന്ന് പറഞ്ഞാൽ എൻഡഡ്, തീർന്നിരിക്കുന്നു. അതായത് ലൈസൻസ് ഫുൾ ആയിട്ട് തീർന്നിരിക്കുന്നു. എന്താണ് സെസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, അതായത് ലൈസൻസ് പുതുക്കാനുള്ള കാലാവധിയായി, എന്നിട്ട് നിങ്ങൾ പുതുക്കുന്നില്ല. ഇനി അഥവാ പുതുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഗവൺമെന്റ് ഇത് പുതുക്കി തരുന്നില്ല ചില കാരണങ്ങളാൽ. അതായത് ഞാൻ മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ, അതായത് വാങ്ങിച്ച ഫണ്ട് കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ വാങ്ങിച്ച ഫണ്ട് പ്രൈമറി NGOയിൽ നിന്നും മറ്റുള്ള പാർട്ട്നേഴ്സ് NGOയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് വിവിധ കാര്യങ്ങൾക്ക്, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു എന്നുള്ള കണ്ടെത്തലൊക്കെ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് റിന്യൂ ചെയ്ത് തരില്ല. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അല്ല ഇതിനകത്ത് കിടന്നിട്ട് ഗവൺമെന്റ് മൈനോറിറ്റികളെ അടിച്ചമർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പം നമ്മൾ തന്നെ യാക്കോബായ അതേപോലെ ഓർത്തഡോക്സ്, ഈ 2 സഭക്കാരും ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് മധ്യ കേരളത്തെ യാക്കോബയും ഓർത്തഡോക്സും ഈ 2 സഭകളും അസറ്റിന് വേണ്ടിയിട്ട് അടികൂടുന്നത് നമ്മൾ കണ്ടതാണ്. ഡെഡ് ബോഡി ബറിയൽ ചെയ്യാൻ വിടാത്ത രീതിയിൽ, അതായത് ഡെഡ് ബോഡി കൊണ്ട് അടക്കം ചെയ്യാൻ വിടാത്ത രീതിയിൽ ഒരു ഡെഡ് ബോഡിയെ വെച്ചുകൊണ്ട് അടികൂടിയ സംഭവം ഇതേ കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്താണ് കാരണം? സ്വത്ത് തർക്കം തന്നെയാണ്. ആരുടെ സ്വത്ത്? ഇതുപോലെ തന്നെ കോടിക്കണക്കിന് പൈസ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് സ്വത്തുക്കൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന പല സംഘടനകളുണ്ട് ഇവിടെ. ഇനി ഹിന്ദു സംഘടനകൾക്കും ഇത് ബാധകമാണ്. ഇവിടെ ഒരു ഹിന്ദു സംഘടനകളെയും മാറ്റി നിർത്തിയിട്ടില്ല, എല്ലാം FCRAക്കുള്ളിൽ പെടും. അതാണ് മനസ്സിലാക്കേണ്ടത്. സെക്ഷൻ 14B സെസേഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം വളരെ വ്യക്തമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇനിയൊരു കോണ്ടെക്സ്റ്റിൽ ഇതിനെ നോക്കി കാണേണ്ടതുണ്ട്. അതായത് ഞാനൊരു NGO നടത്തുന്നുണ്ട്, വെളിയിൽ നിന്ന് ഞാൻ ഫണ്ട് വാങ്ങിക്കുന്നുണ്ട്, ഞാനൊരു സ്കൂൾ പണിയാണ്. അപ്പോൾ ആ സ്കൂൾ ഒരു പ്രൈവറ്റ് സ്കൂളാണ്. 80% അതിൻ്റെ ഫണ്ട് ലോക്കൽ ഡൊമസ്റ്റിക് ആയിട്ടാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 20% ഫണ്ട് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് FCRA ബാധകമാണ്. ഇത് ഞാൻ 20 വർഷത്തിന് മുമ്പ് ഞാൻ റിസീവ് ചെയ്ത ഫണ്ടാണ്. ഇപ്പം ഞാൻ തീരുമാനിക്കുന്നു എനിക്കിനി ഫോറിൻ ഫണ്ടിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇനിയിപ്പം ഫുൾ ആൻഡ് ഫുൾ ഇന്ത്യക്കുള്ളിൽ നിന്നും ഡൊണേഷൻ ഞാൻ സ്വീകരിക്കും. അതേപോലെ ഇനി ഫോറിൻ രാജ്യത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നില്ല എങ്കിൽ നിലവിലെ 2026 FCRA ബാധകമാണോ എന്ന് ചോദിച്ചാൽ ബാധകമാണ്. കാരണം ഇത് FCRA ത്രൂ റിസീവ് ചെയ്ത ഫണ്ട് വെച്ചിട്ട് പണിത ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്ലോസ് വരുന്നുണ്ട്. ക്ലോസ് വേറെ ഒന്നുമില്ല, എത്ര ശതമാനം ഫണ്ടാണ് ഇതിനകത്ത് ഡൊമസ്റ്റിക്കലി റിസീവ് ചെയ്ത് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എത്ര ശതമാനമാണ് കൃത്യമായിട്ട് ഫോറിൻ ഫണ്ട് വാങ്ങിച്ചിരിക്കുന്നതിനുള്ള ഡോക്യുമെന്റേഷൻ. ആ ഡോക്യുമെന്റേഷനാണ് ഗവൺമെന്റ് ചോദിക്കുന്നത്.
ആ ഡോക്യുമെന്റേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ റൈറ്റ് നിലനിർത്തി പോകാൻ സാധിക്കും. ഇനി 16A വരുന്നുണ്ട്, സെക്ഷൻ 16A, ഇതിന്റെ ഹാർട്ട് ഓഫ് ദ ടോപ്പിക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ 16A നിങ്ങൾക്ക് തരുന്ന പ്രൊവിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ടൈം ലൈൻ ഉണ്ട്. അതായത് ഇന്ന് ലൈസൻസ് റിന്യൂ ചെയ്തില്ല എന്ന് പറയുന്നു, നാളെ ഗവൺമെന്റ് ആൾക്കാരെ വിട്ടിട്ട് ഈ പ്രോപ്പർട്ടി എല്ലാം അങ്ങ് ടേക്ക് ഓവർ ചെയ്യുന്നു. ഇങ്ങനെയല്ല. ഈ കംപ്ലൈൻസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിന് ഒരു കാലയളവ് കൊടുക്കുകയും ആ കാലയളവിനുള്ളിൽ കൃത്യമായിട്ടുള്ള കംപ്ലൈൻസസ് ഡോക്യുമെന്റ്സ് ഒക്കെ പൂർത്തീകരിച്ച് അതിനെ തിരിച്ച് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ FCRA ലൈസൻസ് പുതുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 16A പ്രൊവിഷനിൽ നിങ്ങൾക്ക് ബഫർ ടൈം തരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും പോരാ, ഞാൻ ഇല്ലീഗലായിട്ട് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും, എന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാൻ 100 കോടി രൂപ പുറത്തുനിന്ന് വരുത്തും, അതിൽ 10 കോടി ഞാൻ ചെലവാക്കും, ബാക്കി 90 കോടി ഞാൻ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഈ റിലീജിയസ് സംഘടനകൾ പണം വഹിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മതം പടർത്താനാണല്ലോ. അത് ഓപ്പൺ ആയിട്ട് സമ്മതിച്ചിട്ട് ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഞാൻ ക്രിസ്ത്യാനിയാണ്, അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യൻ ഫണ്ട് ഇവിടെ ഇല്ലീഗലായിട്ട് വന്നാലും എനിക്ക് ഓക്കെ ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറാൻ പറ്റുന്നത്? ഞാനൊരു ഹൈന്ദവനാണ്, അപ്പൊ അതുകൊണ്ട് ഹൈന്ദവ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഹിന്ദുയിസം പടർത്താൻ വേണ്ടിയിട്ട് അത് ഇല്ലീഗലായിട്ട് ഫണ്ട് വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറാൻ പോകുന്നത്? ഇത് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? ഞാനൊരു മുസ്ലിമാനാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഗൾഫ് മേഖലയിൽ നിന്ന് പല രീതിയിലും ഫണ്ട് ഇങ്ങനെ വാങ്ങിച്ച് ഞാനിവിടെ ഇസ്ലാം മതം പടർത്താൻ വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ട് ഫണ്ട് ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ്? മറ്റുള്ളവരെ വിമർശിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നത്? ഇതാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇവിടെ ഇല്ലീഗലായിട്ടുള്ള ഫണ്ട് FCRA എന്ന് പറഞ്ഞ നിയമം ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ സെപ്പറേറ്റ് ആയിട്ടുള്ള നിയമമല്ല. ഇത് മുസ്ലിം വ്യക്തി നിയമമോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഹിന്ദു ആക്ടോ അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബൈലോയോ ഒന്നും അല്ല ഇത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ അതായത് നിങ്ങൾ 20 വർഷത്തിന് മുമ്പ് നിങ്ങൾ ഫണ്ട് വാങ്ങിച്ചിരുന്നു, ഇപ്പം ഞാൻ ഫണ്ട് വാങ്ങിക്കുന്നില്ല, ഞാൻ പൂർണ്ണമായിട്ടും എന്റെ ഫണ്ടിലാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് FCRAയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അത് റിന്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം വരും, എൻക്വയറി വരും. ഇപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് ഇത് NGO ത്രൂ നടത്തിയിരുന്ന സ്ഥാപനമല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ ലൈസൻസ് റിന്യൂ ചെയ്തില്ല എന്നുള്ള ചോദ്യം വരും. അതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. അവിടെയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണ്. ഇനി ഈ അമെൻമെന്റ് ആക്ടിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ഒരു സ്കൂൾ, അതിനെ സ്കൂളായിട്ട് മാത്രമേ ഗവൺമെന്റ് ഏറ്റെടുത്താലും നടത്താൻ പറ്റുകയുള്ളൂ. അതിന്റെ സ്വഭാവത്തിന് മാറ്റാൻ കഴിയില്ല. ഇനി പള്ളി, ചർച്ച ഏറ്റെടുക്കുന്നു ഗവൺമെന്റ്. ഇത് നിങ്ങൾക്ക് റിയാലിറ്റി ആയിട്ട് തോന്നുന്നുണ്ടോ? ചർച്ചൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്ത് എന്ത് ചെയ്യാനാണ് പോകുന്നത്? ചർച്ച് ഗവൺമെന്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ചർച്ചായിട്ട് മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ. അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള ന്യൂആൻസസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ FCRAയെ ക്രിട്ടിസൈസ് ചെയ്യണം. നിരവധി കാര്യങ്ങൾ പാർലമെന്റിൽ ഓപ്പൺ ആയിട്ട് തുറന്ന് ചോദിക്കണം. അതായത് ഒരു കാലഘട്ടത്തിൽ NGOയിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ ഞാൻ NGOയ്ക്ക് ഫണ്ട് റിസീവ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനം കെട്ടിപ്പടുത്ത് ഉയർത്തിയത്. അപ്പൊ അന്ന് നമ്മൾ വാങ്ങിച്ച ഫണ്ട് ഇന്ന് ബിൽഡിംഗ് ആയിട്ട് മാറി. ഇപ്പം നമ്മൾ ഫണ്ടൊന്നും വാങ്ങിക്കുന്നില്ല. അതിനുള്ള പ്രൊവിഷൻസിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കും. ഫ്ലെക്സിബിലിറ്റി അത് തീർച്ചയായിട്ടും പാർലമെന്റിന്റെ ഉള്ളിൽ ചർച്ച നടത്തി ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ അത് കണ്ണും പൂട്ടി FCRA വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. 1976 FCRA കൊണ്ടുവന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് 2010 FCRA പോളിസി, അതും സെയിം കോൺഗ്രസിന്റെ ടൈമിൽ തന്നെ ഈ FCRA പോളിസി ടൈറ്റൻ ചെയ്തത് എന്തിനാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് 2010. അത് കഴിഞ്ഞിട്ടാണ് 2020 അമെൻമെന്റ് ആക്ട് വീണ്ടും കൊണ്ടുവരുന്നത്. 2026 അത് കുറച്ചുകൂടെ ടൈറ്റൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വിചിത്രമായിട്ട് ഒന്നും തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ ഒരു സ്ഥാപനം നടത്തുന്നെങ്കിൽ ലീഗലായിട്ട് തന്നെ നടത്തണം. അല്ലാന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് അതിനെ വിടൂ. കാരണം പൊളിറ്റിക്കൽ പാർട്ടി എപ്പോഴും ഈ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഏത് തരത്തിലുള്ള നെറേറ്റീവ്സ് കൊണ്ടുവരാം എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതിന് FCRA അവർ മൈനോറിറ്റി ഇഷ്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് FCRA ബില്ലിനെ എടുത്ത് ഇങ്ങനെ ആളി കത്തിക്കുന്നത്. കാരണം മൈനോറിറ്റി വിഷയം, പ്രത്യേകിച്ച് BJP ഭരിക്കുമ്പോൾ മൈനോറിറ്റികളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇച്ചിരി മൈലേജ് കൂടും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് എന്നെ സംഖ്യയാണെന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ വിളിക്കും. ഐ ഡോണ്ട് കെയർ. കാരണം ഞാനിവിടെ വായിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. 18 പേജാണ് ഈ FCRA അമെൻമെന്റിനുള്ളത്. ഈ 18 പേജ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ഒരു തെറ്റും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ ഈ ബിൽഡിംഗ് ഏറ്റെടുക്കുന്നതുമായിട്ട്, ഈ അസറ്റുകൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള കൺഫ്യൂഷൻ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് തരാം. കാരണം ഇവിടെ ആരുടെയും സ്വത്തുക്കളൊന്നും ഏറ്റെടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ പൊളിറ്റിക്കൽ നെറേറ്റീവ് അത് എല്ലാ കാലത്തും ഉണ്ടാവും. പിന്നെ ഫോറിൻ ഫണ്ടുകൾ ഇന്ത്യക്കുള്ളിൽ വരുമ്പോഴത്തേക്കും ആ ഫണ്ടിന്റെ
ആ ഫണ്ട് യാത്ര ചെയ്യുന്ന വഴികൾ, അത് തീർച്ചയായിട്ടും ഗവൺമെന്റിന് അറിയേണ്ട സ്വാതന്ത്ര്യമുണ്ട്. അത് അറിയുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഫണ്ട് കൊണ്ടുവന്ന് എന്തും ചെയ്യാൻ സാധിക്കുമല്ലോ. ഇപ്പം നാളെ ഇവിടെ പൊട്ടിത്തെറി സംഭവിച്ചാലും നമുക്കൊന്നും പറയാനില്ല. ഫണ്ട് എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അന്ന് നേരെ ആൾക്കാരൊക്കെ തിരിച്ചു ചോദിക്കും, ഈ ഫണ്ട് വന്ന വഴിയൊന്നും നിങ്ങൾ മോണിറ്റർ ചെയ്തില്ലേ? ഇതിനുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലേ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും പൊട്ടിത്തെറികൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ ഇവിടെ സംവിധാനങ്ങളില്ലേ? സുരക്ഷാ വീഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരും. സോ അങ്ങോട്ട് നീങ്ങിയാലും ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടാവും, ഇങ്ങോട്ട് നീങ്ങിയാലും ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ വിദ്യാഭ്യാസമുള്ളവർ നോക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 18 പേജുള്ള FCRA ആക്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നിലപാടുകൾ എടുക്കുക. കാരണം 2010 തന്നെ ഈ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പോയിന്റ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അല്ലാതെ ഇത് ഈ 2026 അമെൻമെന്റിൽ കൊണ്ടുവന്ന ഒരു ആക്ട് അല്ല. പിന്നെ ഇതിനകത്ത് ഈ നിയമവിരുദ്ധമായിട്ട് ഇല്ലീഗലായിട്ട് പെരുമാറുന്ന ആൾക്കാർക്ക് 5 വർഷ തടവാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. 1 വർഷമായിട്ട് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു 5 വർഷം കൂടി ഇരട്ടിപ്പിക്കേണ്ടതാണ്. അപ്പൊ 2010 FCRA ഫ്രെയിംവർക്കാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചത്. അതിലുപരിയായിട്ട് ഈ സെക്ഷൻസ് 13B അതേപോലെ 16A ഈ 2 സെക്ഷനും പുതിയ അമെൻമെന്റിൽ 2026 അമെൻമെന്റിന്റെ ഭാഗമാണ്. ഇപ്പൊ ഈ കരുണ ബാൽ വികാസിന്റെ ഫണ്ടിങ് സ്ട്രക്ചറെ കുറിച്ച് ഞാനിവിടെ ഒരു ആർട്ടിക്കിൾ വായിക്കാം. ചെറിയൊരു ആർട്ടിക്കിളാണ്, അത് വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളത് കേൾക്കണം. The basic funding structure. The strongest documentary evidence shows this historical structure. Compassion International Inc. from USA, Karuna Bal Vikas, CBV short form in Chennai, Compassion East India, CEI in short form, Kolkata, Indian Channel Partners, Project NGOs, Child Development Projects. ഇതാണ് അവരുടെ പ്രോജക്റ്റ് കേട്ടോ, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. ഞാൻ ഈ മേൽ പറഞ്ഞ 2 NGOകളും, കൊൽക്കത്തയിലുള്ള NGOയും ചെന്നൈയിലുള്ള NGOയും ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളാണ് നടപ്പിലാക്കുന്നത്. ഇറ്റ് ഐഡന്റിഫൈസ് പ്രോജക്ട്സ് അക്രോസ് തമിഴ്നാടു, കർണാടക, കേരള, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. കമ്പാഷൻ ഫണ്ടഡ് കരുണ ബാൽ വികാസ് ആൻഡ് കമ്പാഷൻ ഈസ്റ്റ് ഇന്ത്യ, which then distributed funds to other NGOs. Primary Indian recipient organizations. A historical analysis of FCRA returns identifies those 2 major Indian recipients. Organization FCRA registration 2009, 10, 11, 12, 13, 14. Karuna Bal Vikas 82.57 crore IT റിട്ടേൺസ് അടയ്ക്കേണ്ടതുണ്ട്. ഇപ്പോൾ കരുണ ബാൽ വികാസ് 2009 82.57 കോടി, 2010 96.44 കോടി, 2011 109.50 കോടി, 2012 130 കോടി, 2013 111 കോടി, 2014 6.75 കോടി. 2014 ആ കമ്പനി പൂട്ടി. എന്തുകൊണ്ടാണ്? ഇൻകം ടാക്സ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പൂട്ടിയതാണ്. ഇത്രയും എമൗണ്ട് ഈ കരുണ ബാൽ വികാസ് എന്ന് പറഞ്ഞ ആ NGO റിസീവ് ചെയ്തിട്ടുണ്ട്. കോടികളാണ് ഞാൻ പറഞ്ഞത്, ചെറിയ എമൗണ്ടുകളല്ല. ഇനി കമ്പാഷൻ ഈസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ വെസ്റ്റ് ബംഗാൾ ചാരിറ്റബിൾ ട്രസ്റ്റ് 2009 48.19 കോടി, 2010 60 കോടി, 2011 71 കോടി, 2012 89.85 കോടി, 2013 111 കോടി, 2014 119 കോടി. കോടികളാണ്. കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവര് വാങ്ങിച്ചെടുത്ത പൈസയാണിത്. തുക അയച്ചു കൊടുത്താരാണ്? കമ്പാഷൻ ഇന്റർനാഷണൽ ഇങ്ക് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി. ഈ കമ്പനിയാണ് ഇന്ത്യക്കെതിരെ അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2017 ശേഷം ഇവനെ ഇന്ത്യക്കുള്ളിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ പൂട്ടിക്കെട്ടി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ മാർക്കോ റൂബിയോ എന്തുകൊണ്ട് കൊൽക്കത്തയിൽ മദർ തെരേസയുടെ ചാരിറ്റബിൾ ഹൗസിൽ വന്ന് ഇറങ്ങിയത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇവനൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ള ആൾക്കാർ. കമ്പാഷൻ ഇന്റർനാഷണൽ ഇങ്ക്. One historical analysis of FCRA filing identified 136 FCRA NGOs associated with the Karuna Bal Vikas channel, 132 FCRA NGOs associated with the Compassion East India channel. Total almost 300 companies ഉണ്ട്. ഈ 2 കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത്. ആ ഒറ്റ കമ്പനിയുടെ പേരാണ് കമ്പാഷൻ ഇന്റർനാഷണൽ ഇങ്ക്, അമേരിക്കൻ കമ്പനി. ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ റെക്കോർഡ് is significant because it's provide documentary evidence of the relationship. Compassion International USA, Karuna Bal Vikas Channel Partners Project. The tribunal document states that there are also later judicial record referring to allegations concerning the utilization of fund and religious activities. മനസ്സിലായല്ലോ, റിലീജിയസ് ആക്ടിവിറ്റീസ്.
Those are allegations, findings in particular proceedings, so they should not be presented as established facts about every recipient NGOs. What happened in 2017? 48 വർഷങ്ങൾ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിച്ച കമ്പാഷൻ ഇന്റർനാഷണൽ ഇങ്ക് എന്ന് പറഞ്ഞ കമ്പനി 2017 ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം എന്താണ് അവരുടെ പണം പോയ വഴികൾ, ആ റൂട്ട് കൃത്യമായിട്ട് ഇന്ത്യ കണ്ടെത്തിയത് കൊണ്ടാണ് അവർക്ക് അവരുടെ പ്രവർത്തനം ഇന്ത്യക്കുള്ളിൽ അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇപ്പൊ അമേരിക്കയിൽ നിന്നും തുള്ളുന്ന, കോൺഗ്രസിന്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്ന, ഇന്ത്യക്കെതിരെ, ഇന്ത്യയുടെ FCRA ആക്ടിനെതിരെ ഇടപെടൽ നടത്തണമെന്ന് വിളിച്ചു പോകുന്ന ആൾക്കാരുടെ പുറകിൽ 100 കോടിയൊക്കെ ഇന്ത്യക്കുള്ളിൽ ചുമ്മാ അങ്ങ് അയച്ചു വെക്കുന്നവന് നല്ല പൈസയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പൈസ അവിടെ കിടന്ന് തിളയ്ക്കും. 2017 കഴിഞ്ഞിട്ട് ഫണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ വെപ്രാളങ്ങളൊക്കെ ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ആ തിളപ്പാണ്. കാരണം 2017 കാരണമൊന്നും കിട്ടുന്നില്ല. കാരണം അവർ തെറ്റുകാരാണ്. ഇപ്പൊ ആ തെറ്റുകാരെല്ലാം തന്നെ തെറ്റ് ചെയ്ത തെറ്റുകളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഇപ്പൊ ആ തെറ്റിന്റെ പേരിലൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മൈനോറിറ്റിയുടെ പേരിൽ ഇളക്കി വിട്ടുകൊണ്ട് ഇവര് ഈ കോടിക്കണക്കിൽ പൈസ വാങ്ങിച്ച് വെറുതെ പോക്കറ്റിലിട്ട് പുട്ടടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഈ ബില്ലിനെതിരെ ഏതൊക്കെ രീതിയിൽ അവർക്ക് പ്രതികരിക്കാൻ പറ്റുമോ, ഈ ബില്ലിനെ എങ്ങനെയൊക്കെ തടയാൻ കഴിയുമോ, ആ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല തരത്തിൽ കിടന്ന് ശ്രമിക്കുകയാണ്. ഇത് തിരിച്ചറിയാതെയാണ് ഇന്ത്യയിലുള്ള ജനങ്ങൾ, അത് പ്രത്യേകിച്ച് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഈ ഭരിക്കുന്ന BJP പാർട്ടി എന്നുള്ള ആ ഒരു പാർട്ടിയോടുള്ള വിയോജിപ്പ് കാരണം മതപരമായിട്ടുള്ള അഫെക്ഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ എന്തോ ഇവിടെ നടക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കൂട്ടിക്കൊണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്ത്യാനികൾക്ക് ഈ ഫണ്ട് കൊണ്ട് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു നേട്ടവും ഉണ്ടായിട്ടുമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അതായത് ക്രിസ്ത്യാനികൾക്ക് ഒരു നേട്ടവും ഈ കരുണാ ബാൽ വികാസ് എന്ന് പറഞ്ഞ ഈ NGOയെ കൊണ്ടോ അല്ലെങ്കിൽ കമ്പാഷൻ ഇന്റർനാഷണൽ ഇങ്ക് എന്ന് പറഞ്ഞ ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഈ പണം കൊണ്ടോ ഒരു നേട്ടവും ഒരു പാവപ്പെട്ട ക്രിസ്ത്യാനിക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒന്നും കിട്ടിയിട്ടുമില്ല. കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. ഈ പണം മൊത്തം ഈ ചാരിറ്റബിൾ ട്രസ്റ്റും ഈ NGO നടത്തുന്നവന്മാര്, ഞാൻ പറഞ്ഞതുപോലെ ഈ കരുണാ ബാൽ വികാസ് നടത്തിയ ആ CEO അശ്വിൻ പോൾ, അവനിപ്പം അദാനെ മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി അവന്റെ പേര് സ്വന്തമായി നടത്തുകയാണ്. അത് പണം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. NGO എന്ന് പറയുന്നത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. അത് പണമില്ലാതെ പണം ഉണ്ടാക്കുന്ന കമ്പനിയാണ് NGO. മറ്റത് ലീഗലി അവന് പണം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇതിൽ നിന്നുള്ള പൈസയൊക്കെ ചുരുട്ടിക്കൊണ്ടാണ് അവൻ മറ്റേ കമ്പനി തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ കുറച്ച് ഹാർഷായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, പക്ഷേ ഇത് റിയാലിറ്റിയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.